ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും സജ്ജം. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ കൌണ്ടിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. അതേസമയം വടകരയിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പരാതികളില്ലാതെ വോട്ടെണ്ണൽ നടത്താനുള്ള പരിശ്രമത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൌണ്ടിംഗ് നടക്കുന്ന 20 കേന്ദ്രങ്ങളിലും അവസാനവട്ട പരിശോധനകൾ പൂർത്തിയാക്കി. 5:30 സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 പോസ്റ്റൽ വോട്ടിനൊപ്പം EVM വോട്ടുകളും എണ്ണം. 9 മണിയോടെ ആദ്യ ഫലസൂചനകളെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. 8 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. 8:30 EVMs വോട്ടിംഗ് കൗണ്ടിംഗ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന കോഴിക്കോട് JDT കോളേജ് പരിസരത്തും വയനാട് മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന താമരശ്ശേരിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 144 will be declared in that particular ward JDT ലെ തിരുവമ്പാടിയിൽ അത് സെയിം പോലെ ആണ്. We are fairly confident that it should not be any issues. പിന്നെ നമുക്ക് we have sufficient police protection, police force deployment. എല്ലാ സ്ഥലത്തും JDT മാത്രമല്ല വടകരവും കോഴിക്കോടും റിക്വയർമെൻറ്റ് ബേസിസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സഫീഷ്യൻറ്റ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. വടകരയിൽ സംഘർഷമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് 6 കമ്പനി അധിക സേനയെ വിന്യസിക്കും. ADGP വടകരയിൽ ക്യാമ്പ് ചെയ്യും. വോട്ടെണ്ണൽ കഴിഞ്ഞും പോലീസിനെ പിൻവലിക്കരുതെന്നാണ് നിർദ്ദേശം. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും തടയാനും സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കാനും വിപുലമായ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾ മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയ ഫലം അറിയാനാവും. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.